ഹലോ ഹലോ, ഇത് ഞാനാ, ആശ. ഞാൻ പ്രതീക്ഷിച്ചു. ആണോ? പിന്നെ എങ്ങനെ പോന്നു കാര്യങ്ങൾ? എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇന്നലെ എന്താ ഉമ്മ തരാതെ പോയത്? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് അച്ഛൻ വന്നത് കൊണ്ടാ. അയ്യോ അല്ല, ഇവിടെ പറഞ്ഞതാ. അതെ, അന്ന് അച്ഛൻ വന്നത് കൊണ്ടാ. നിന്റെ അച്ഛന് വരാൻ കണ്ട സമയം. സാരമില്ല ഏട്ടാ, ഒരു ദിവസം ഒരു അടിപൊളി ഉമ്മ തരാം. അടിപൊളി ഉമ്മയോ? ആരോടാടാ നീ ഇത്ര കൊഞ്ചണത്? ഒരു മിനിറ്റ്. വെയിൽ കൊണ്ടാ പോലെ എഴുന്നേക്കാത്തവനാ അവനെ പിന്നെ തന്നെ കൊഞ്ചണത്. ഒന്ന് പോന്നല്ലേ. എടാ നീ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാതെ ആരാ എന്നിട്ട് വിളിച്ചിട്ട് വാടാ ഇങ്ങാട്ട്. അതാരാ? അതാരാ ചലവലാന്ന് അലക്കുന്നേ? അതെന്റെ തള്ളയാ. ഓ, പ്രശ്നമാകൂ? ഏയ്, എന്ത് പ്രശ്നം? നേരത്തെ പറഞ്ഞത് എന്ത്? അടിപൊളി ഉമ്മയുടെ കാര്യം. തരാം. ചേട്ടനൊരു കാര്യം ചെയ്യണം. ചേട്ടന്റെ വാട്സാപ്പിൽ ഒരു സാധനത്തിന്റെ പേരിട്ടിട്ടുണ്ട്. അതൊന്ന് വാങ്ങി വെക്കണം. അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഞാൻ സമയം കിട്ടുമ്പോ വിളിക്കാം. അപ്പൊ അതുമായി വന്നാ മതി. എന്നാ ഞാൻ ഫോൺ വെക്കുവാണേ. പിന്നെ കാണാം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നേരം വണ്ണം പള്ളിക്കുടുത്തി പോയിരുന്നെങ്കിൽ ഈ സായിപ്പിന്റെ ഭാഷയൊക്കെ ഈസിയായി പറയായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമെന്ന് പറഞ്ഞത് മരുന്നോ മറ്റോ ആണോ? അസുഖത്തിനുള്ള മരുന്നാണോ? ദൈവമേ, ഇനി നമുക്ക് വട്ടാണോ? അല്ല, ഇനി ആയുർവേദ മരുന്നായിരിക്കോ? കയ്യിലാണെങ്കിൽ 5 പൈസയും ഇല്ല. ഉള്ളതെടുക്കാം, ബാക്കിക്ക് കടം പറയാം. അതെ, റപ്പായില്ലേ? ഇല്ല, ഉണ്ണാൻ പോയി. ഹോ, ഭാഗ്യം. എന്താ വേണ്ടത്? അത് പിന്നെ എന്ത് ചെയ്ത്? COUN. എന്ത് വേണം? കുണ്ടൻ. കുണ്ടനോ? ഞാനോ? അയ്യോ, ചേട്ടനെയല്ല, ഇത് വായിച്ചതാ. ഓ, അത് ശരി. അതെ, ഇപ്പോഴത്തെ ഡോക്ടർമാർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലെന്നേ. എല്ലാം വ്യാജന. താനാ ഫോൺ ഇങ്ങോട്ട് വന്നേ. വല്ലപ്പോഴും പള്ളിക്കൂടത്തിലേക്ക് ഒന്ന് പോണം. ജോലിയും പേരയില്ലാത്ത ആരെയാടായി കറക്കിയത്? കറക്കിയെടുക്കുന്നതാണ് ചേട്ടാ ഏറ്റവും വലിയ ജോലി. അത് പിന്നെ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. അതെ, എത്ര എണ്ണം വേണം? 4, 5, 6, 2, 6, എത്ര എണ്ണം വേണം? 30 എണ്ണം പോരട്ടെ. ഞാള് കൊള്ളാമല്ലോ. ഇതെല്ലാം കൂടെ താങ്ങോടെ. ആട്ടെ, ഏത് ഫ്ലേവറാ വേണ്ടത്? അതൊക്കെ ചോദിച്ച എന്താ പറയുന്നത്? അതുപോലും അറിയാത്ത കൊച്ചു പയ്യൻ ഒരുപാടുണ്ട്. ഏത് വേണം? സ്ട്രോബെറി ഉണ്ട്, വാനിലയുണ്ട്, ലെമൺ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. ഇതിലേതാ വേണ്ടത്? അപ്പൊ ഇത് ഐസ്ക്രീം ആയിരുന്നു? അല്ല, ഷാർജ ഷേക്ക്. എങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് ഒരെണ്ണം ഇഞ്ഞെടുത്തോ. ഷാർജയിലായിരുന്നു നാരങ്ങ പിഴിയോടാ. സ്ക്രബ് ഉണ്ട്, സ്ക്രബ് ഇല്ലാത്തതും, പിന്നെ ഗവൺമെന്റിനുണ്ട്. ഇതിലേതാ വേണ്ടത്? ഇൻഷുറൻസ് ഉണ്ടോ? ഇതൊക്കെ എന്തോന്ന് ചേട്ടാ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇതൊക്കെ എന്തുവാ സാധനം? ഓ, ഇത്രയും നേരം ഞാൻ പൊട്ടനോടാണല്ലോ പറഞ്ഞത്. എടാ, ഈ കുന്തം കൊണ്ട് നന്നാ പോരാ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നുമല്ലേ, ഗൂഗിളിനോടൊക്കെ ഒന്ന് ചോദിക്കണം. ഞാൻ മഴക്കല്ല ചോദിക്കാറ്. പൂക്കട്ടെ കൊണ്ട് നടക്കുക. അതെ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ കണ്ടുപിടി. പഠിച്ചിട്ട് അവരെ വളരെ ഫാസ്റ്റാ. ഇതെന്താണെന്നൊന്ന് പറയാമോ ചേട്ടാ? മറ്റേത് ഏത്? അറിയത്തില്ലയോ? നിങ്ങൾ കാര്യം തെളിച്ചു പറഞ്ഞ മനുഷ്യ. പൊട്ടാ, ആ ചെവി ഇങ്ങോട്ട് വന്നേ. എന്റെ ദൈവമേ, ഇതായിരുന്നു സാധനം. ഇന്ന് ഞാൻ പൊളിക്കും. വെടി കള്ളി. നിന്റെ ഒരു കാര്യം. സാധനം തീർന്നു പോയി. പിന്നെ ചോക്ലേറ്റും സ്ക്രബും ഒന്നും ഇല്ല. വലിച്ച്
ഗവൺമെന്റ് സാധനമുണ്ട്, അത് വേണേ ഒന്ന് തരാം. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം ഉള്ളതിങ്ങിതാ. താ പിടിച്ചോ. ആ, ആരും കാണാതെ കീശ കിട്ടു. ശരി. എത്രയായി? 30. പിന്നൊരു കാര്യം, ഒരു കാരണവശാലും റപ്പായി ഇത് അറിയരുത്. ഇനി എന്തറിയാനാ, അങ്ങനെ വീട്ടിൽ ഇരുന്ന് എല്ലാം കണ്ടോണ്ടിരിക്കുക. ബെസ്റ്റ്. ചുറ്റിനും ക്യാമറയാ. അതെ, ഇത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കണം. എന്താ പൊട്ടിപ്പോയാലേ നിന്റെ ഒക്കെ തിരിക്കും കേട്ടോ. ഏയ് അതൊന്നും ഇല്ല ചേട്ടാ. ഇല്ല ഇല്ല. ഏതാടാ ഈ തൃശ്ശൂർ പൂരം? തൃശ്ശൂർ പൂരം അല്ല, കമ്പോ അല്ല, വേറെ ലെവൽ. ഏതോ വാർക്കപ്പടിക്കാരിയെ കറക്കി എടുത്തിട്ടുണ്ടല്ലേ. വെച്ച് കള്ളൻ പോട്ടാ. ആശേ ആശേ ഒന്ന് മെസ്സേജ്. ഓഹ് എടാ മോനെ, നിന്റെ കയ്യിൽ ശരീരവേദനയ്ക്കുള്ള ഗുളിക വല്ലതും ഉണ്ടോ? ഭയങ്കര വേദന. അത്രയ്ക്ക് പണിയല്ലേ ഇവിടെ. അവിടെ ആത്തിരിപ്പുണ്ടച്ചാ, പോയെടുത്ത് കഴിക്കേ. ഒന്ന് എടുത്ത് താടാ മോനെ. എനിക്കെങ്ങും വയ്യ, ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അച്ഛൻ പോയെടുത്ത് കഴിക്കേ. പിന്നെ മലമറയ്ക്കുന്ന ജോലിയല്ലേ, മനുഷ്യന് ആവശ്യത്തിന് ഉപകരിക്കുകയല്ല. എന്ത് പറഞ്ഞു? ഒരു കഞ്ഞിയോ വെള്ളമോ വെച്ച് തരാൻ ആ അമ്മൂനെ കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ അതും കേൾക്കുകയല്ല. എന്റെ പാട്ടി കേൾക്കും. പട്ടിക്കാണെങ്കിൽ അണസണ്ണെങ്കിലും ഉണ്ട്. ആ അത് വെറുതെ സമയം കളഞ്ഞതാ. കണ്ണും കാണുന്നില്ല. എൻ്റെ ഈശ്വര, അച്ഛൻ ഗുളിക വല്ലതും മാറി കഴിക്കൂ. വയാഗ്ര ഗുളി അവിടെ ഇരിപ്പുണ്ട്. ഇനി അതങ്ങാണം മാറി കഴിക്കൂ. എന്റെ ദൈവമേ, അത് കഴിക്കരുത് കഴിക്കരുത് കഴിക്കരുത്. കഴിച്ചോ? കഴിച്ചു. ഏത് ഗുളിയ അച്ഛൻ കഴിച്ചേ? ഈ ഗുളിയ മോനെ. ആശ്വാസം. ഈശ്വര, എന്താ മോനെ? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ കടന്നു കടന്നു അച്ഛാ. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. വിളിക്കാം മോനെ. ശരീരവേദന ഗുളിക തന്നെ. നല്ല അച്ഛൻ കിടന്നു, ധൈര്യമായിട്ട് കിടന്നു കേട്ടോ. അങ്ങനെയുള്ള വയാഗ്ര ഗുളിക പോയി കിട്ടി. എന്തായി തീരുമാനം. എന്റെ ഈശ്വര, ആശയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണല്ലോ അത്. തുടങ്ങി. അച്ഛൻ്റെ കാര്യം പോക്കാം. ശാന്തി. ഇനി ശാന്തയ്ക്ക് ശിവരാത്രി തന്നെയാണേ. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ശാന്ത എവിടെയാണോ? ഒന്നുമില്ല. പിന്നെ മോൻ പോയി കിടന്നു. അച്ഛനിപ്പം അച്ഛനെവിടെ പോവാ? അച്ഛനിപ്പോ വരാനേ. മോൻ പോയി കിടന്നോ, ഇപ്പൊ വരാനേ. വയാഗ്ര അച്ഛന് പണി കൊടുത്തല്ലോ.